ഡോക്ടർ അമല ആനി ജോൺ നമുക്കൊപ്പം ചേരുന്നു. അമല ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക്കിന്റെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ്. അമല, 15 വയസ്സുകാരനായ ഒരു കുട്ടി 39 ദിവസം മാത്രം പഠിച്ച ശേഷം ഒരു സ്കൂളിൽ പഠിച്ച ശേഷം ആ കുട്ടി വീട്ടിലെ അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ 26ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത് എന്നുള്ള ഒരു കാര്യം നിൽക്കുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിക്ക് കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു ഭാഗത്തേക്ക് അന്വേഷണം പോയിട്ടേയില്ല. ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകണം എന്നുള്ളൊരു പ്രജുഡിസ് നമുക്ക് വേണ്ട. പക്ഷേ ഈ 2 സ്കൂളിൽ നിന്നും ഈ കുട്ടി ഈ തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനുള്ള സാധ്യത പരിപൂർണമായിട്ട് അന്വേഷണത്തിൽ അടച്ചു കളയണം എന്ന് അമല കരുതുന്നുണ്ടോ? സ്കൂൾ അധികൃതരെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തണം എന്ന് കരുതുന്നുണ്ടോ? ഇതിൽ കുറ്റക്കാരാര് അല്ലെങ്കിൽ പോലീസിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമെന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊതുവായുള്ള കൗമാരക്കാരായ കുട്ടികളുടെയും അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ റാഗിംഗ് നേരിടുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ റാഗിങ്ങിന്റെ ഒരു അവസ്ഥയും ഒരു 10 വർഷം മുമ്പത്തേതിനേക്കാൾ അതിഭീകരമായി മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ആയിരുന്നു റാഗിങ്ങിനെ പറ്റിയുള്ള അല്ലെങ്കിൽ റാഗിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അത് തീർത്തും ഒരു 13-14 വയസ്സുള്ള കുട്ടികളിലേക്ക് വന്നതിന്റെ കാരണം കൂടെ നമ്മൾ ഇതിൽ നോക്കേണ്ടതുണ്ട്. അത് കുടുംബപരമായ കാര്യങ്ങളാകാം. ഞാൻ പ്രധാനമായി അതിൽ കാണുന്ന ഒരു കാര്യം, സീരീസുകളുടെ അതിപ്രസരം ഇതിനകത്ത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും പറയുന്നത് ഒരു സ്മാർട്ട് ഫോൺ ജനറേഷൻ എന്ന് പറയുന്ന ഒരു കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ അച്ഛനമ്മമാർ വളർന്നു വന്ന മാനസിക നിലയോ അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചിരുന്ന വാല്യൂ സിസ്റ്റമോ അല്ല ഇപ്പോഴത്തെ കുട്ടികളെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 വയസ്സിന് മേളിലുള്ള കുട്ടികളെ സ്വാധീനിക്കുന്നത്. തീർത്തും അവർ നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ കേരളത്തിന്റെ കൾച്ചർ, ഭാരതത്തിന്റെ കൾച്ചർ എന്നൊന്നും പറയുന്നത് പോലെയല്ല, ഒരു ലോക കൾച്ചറിലാണ് അവർ വളർന്നു വരുന്നത്. അതിൽ തന്നെ ചിലതരം സീരീസുകൾ അവരെ ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ലോക സിനിമയായാലും സീരീസ് ആയാലും എടുത്തു നോക്കിയാൽ അതിൽ വയലൻസിന്റെ അതിപ്രസരം ഭയങ്കരമായി കൂടിയതായിട്ട് നമുക്ക് കാണാം. ഇത് പൊതുവെയുള്ള ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ അത് കൂടുതൽ കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് ഉള്ളത് കൊണ്ടോ ബോക്സ് ഓഫീസ് വിജയങ്ങളായതുകൊണ്ടോ ഒക്കെയാണല്ലോ ഇത്തരം സീരീസുകളും സിനിമകളും ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ സ്കൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സീരീസുകളുണ്ട്. സ്കൂളിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ പെരുമാറ്റം പൊതുവെ ഇങ്ങനെയാണ്, ഇതാണ് ഒരു ജാങ്കോ ലൈഫ് സ്റ്റൈൽ എന്ന രീതിയിൽ കുട്ടികളുടെ ചിന്താഗതി തന്നെ മാറിപ്പോയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ രണ്ടാനച്ഛനായിരുന്നു, രണ്ടാനച്ഛൻ സ്കൂളിൽ വരുന്നു, ഈ കുട്ടിയോട് വഴക്കു പറയുന്നു, ഇത്തരം ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. മാനസികമായിട്ടൊരു സപ്പോർട്ട് ഈ കുട്ടിക്ക്, ഈ പ്രായത്തിലുള്ള കുട്ടിയാണ്, ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ നമ്മളുടെ ഏത് കുട്ടികളാണെങ്കിലും മാനസികമായിട്ടുള്ള സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്താ പറയാ, ഈ ടീനേജ് കുട്ടികൾ നമ്മളോട് പറയുന്നതൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ എൽഡർ ജനറേഷനിലാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ മാതാപിതാക്കളോട് സംസാരിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ കുട്ടികൾ കൂടുതലും ഫോണിലും മറ്റുമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ബ്രോക്കൺ ഫാമിലിയാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മ രണ്ടാമത് വിവാഹിതയായിരുന്നു, സ്റ്റെപ്പ് ഡാഡാണ് കൂടെ ഉള്ളത്, സ്റ്റെപ്പ് ഫാദറാണ് കൂടെ ഉള്ളത് എന്നതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സമ്മർദ്ദം നേരിട്ടിരുന്നു എന്ന് നമുക്ക് പ്രെജുഡിസ്ഡ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയുടെ ആവശ്യത്തിന് സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ അച്ഛൻ തന്നെയാണ് സ്കൂളിൽ ചെന്നത്. അതിപ്പോ രണ്ടാനച്ഛനായാലും സ്വന്തം അമ്മയായാലും അച്ഛനായാലും കുട്ടിയെ സ്കൂളിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമാണ് കുട്ടിയോട് ഇത് ഇനി ആവർത്തിക്കരുത്, വഴക്ക് പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതേത് അച്ഛനും അമ്മയും ചെയ്യുന്നതാണ്. ഈ കുട്ടി അതിനുശേഷം ക്ലാസ്സിൽ കൂളായിട്ടിരുന്നു അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, ഇതൊക്കെ ഒരു മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു ഭാഗം കൂടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അല്ലെങ്കിൽ അവർ കൂളായിട്ട് ബിഹേവ് ചെയ്തു എന്ന് ഒരു സൈഡിൽ പറയുമ്പോൾ ഈ കുട്ടി ഉറങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അത് ഒരു മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ കുട്ടി ഉറങ്ങുന്നതുമാകാം. 2 സൈഡിൽ നിന്നും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണല്ലോ ഈ കുട്ടിയെ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറ്റിയത്. എപ്പോഴും ബുള്ളി ചെയ്യപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും ബുള്ളി ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് പോകുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. കാരണം അവർ ബുള്ളി ചെയ്ത് അവർ പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും
വ്യക്തിമായിട്ടുള്ള ആൾക്കാരാണ് ഇത് താങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റത്തിൽ വേരിയേഷൻ കാണുമ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് TC എടുത്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 39 ദിവസം ആയുള്ളൂ എന്ന് അപർണ ന്യൂസിൽ പറയുമ്പോഴാണ് ഞാനത് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു ഡിസംബർ സമയത്തായിരിക്കുമല്ലോ വരുന്നത്. ഒരു വർഷത്തിന്റെ അധ്യയന വർഷത്തിന്റെ പകുതിയിലാണ് ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറ്റുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റു സ്കൂളിലും അല്ലെങ്കിൽ ഈ കുട്ടിയുടെ നിറത്തെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാര്യത്തെ പറ്റിയാണല്ലോ ഈ കളിയാക്കലുകൾ ഉള്ളത്. ഈ കളിയാക്കൽ മിഹിർ എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രം നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് ദയവ് ഇത് കാണരുത്. ഞാൻ കുട്ടികളുമായിട്ട് സ്ഥിരമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. ചെറുപ്പം തൊട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നത് കുറച്ച് മുതിർന്ന ആൾക്കാരെയാണ്. പക്ഷേ ഇത്തരം റാങ്കിങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം നേരിടലുകൾ, ഇത്തരം റേസിസ്റ്റ് ആയിട്ടുള്ള പരാമർശങ്ങൾ, N വേർഡ് വെച്ചുള്ള വിളികൾ, N വേർഡും F വേർഡും ഒക്കെ നമ്മൾ സാധാരണ പറയുന്ന പദപ്രയോഗങ്ങൾ പോലെയുള്ള പറച്ചിലുകളൊക്കെ ഈ യങ്ങർ ജനറേഷനിടയിൽ ഒരുപാട് കൂടുതലാണ്. ഈ നിറത്തിന്റെ പ്രശ്നം കൊണ്ട് തന്നെ നിറം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് ഈ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇതിന്റെ ബോഡി ഷാമിങ്, ഫാറ്റ് ഷാമിങ്, ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് കുട്ടികളുടെ ഇടയിൽ ഉള്ളപ്പോൾ തന്നെ ഈ കുട്ടികൾ ഒരു ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടികൾ തന്നെ ചിലപ്പോൾ തിരിച്ച് പ്രതികരിക്കാറുമുണ്ട്. പക്ഷെ ഒരു 10 വയസ്സുകാരൻ 13 വയസ്സുകാരനെയൊക്കെ സംബന്ധിച്ച് അത്തരം ഒരു നിലയിലേക്ക് മാനസിക വളർച്ച എത്തുക എന്ന് പറയുന്നത് ഇച്ചിരി കുറച്ച് പാടാണ്. യെസ്, ഓക്കെ റൈറ്റ്. ഡോക്ടർ അമല ആണ് പ്രതികരിച്ചത്. വിഷയത്തിനെ ഒരിക്കൽ കൂടി ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, പല കാര്യങ്ങൾ, അത് ഒരു തലം മാത്രമല്ല ഇതിനകത്ത് അന്വേഷിക്കേണ്ടത് എന്ന് കൂടിയായിരിക്കും അത് ഈ 2 സ്കൂളുകാരും പറയുന്നു. അതിനിടെ ഈ സ്കൂളുകാർക്ക് NOC ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിഷയങ്ങൾ അത് കൊടുക്കണമെന്നുള്ള റിപ്പോർട്ട്, അങ്ങനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം നടക്കുന്ന ഒരു ഒറ്റ തലത്തിൽ മാത്രമാണ്. അത് സ്കൂളുകളെ മാത്രം കേന്ദ്രീകരിച്ചാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, ഈ കുട്ടിയുടെ അമ്മയുടെ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ, അല്ല തുറന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഈ കേസ് വഴിതിരിച്ചു വിട്ടത്. ശരിക്കും കുട്ടികൾ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അത് മാറിയത്, അല്ലെങ്കിൽ അത് വഴിതിരിച്ചു വിട്ടത് ഈ അമ്മയുടെ തുറന്ന കത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നതും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറിയുമായി ബന്ധപ്പെട്ടത്. കുട്ടികളുടെ ചാറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് സഹപാഠികളുടെ ചാറ്റിൻ്റെ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള ചാറ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ PTA മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഉൾപ്പെടെ ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണം പൂർത്തിയായെങ്കിലും വരും ദിവസങ്ങളിൽ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള സഹപാഠികളുമായി ബന്ധപ്പെട്ട സഹപാഠികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള അന്വേഷണവും അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യലും, അതുപോലെ PTA അധികാരികളുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരെയും ഒക്കെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അങ്ങനെയാണ്. പക്ഷേ അപർണ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ കുട്ടികളുടെ ഇഷ്യൂ എന്നുള്ള തരത്തിൽ നിന്നും സ്കൂളിൻ്റെ ഇഷ്യൂവിലേക്ക്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ NOC സംബന്ധിച്ച കാര്യങ്ങൾ, അത് ഗ്ലോബൽ സ്കൂൾ അവരുടെ NOC സംബന്ധിച്ച ഡീറ്റെയിൽസ് ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത്തരം ഒരു സാഹചര്യത്തിലേക്ക്, അതായത് മാനേജീരിയൽ തലത്തിലേക്ക് അതിനെ മാറ്റി വഴിതിരിച്ചു വിടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ വിദഗ്ധർ സംസാരിക്കുന്നത് പോലെയൊക്കെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്താണ്, അതല്ലെങ്കിൽ ഈ പറയുന്നത് 10-നും 13-നും വയസ്സിന് ഇടയിലുള്ള കുഞ്ഞുങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്, അത്തരത്തിലൊരു അന്വേഷണവും അതിനെ സാധൂകരിക്കാൻ പോകുന്ന തരത്തിലുള്ള നീക്കങ്ങളുമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നായാലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ നേരത്തെ ഇത് പറയുമ്പോൾ ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാൾ ഒരു കുട്ടിയോട് പെരുമാറാൻ പറ്റാത്ത രീതിയിൽ പെരുമാറി എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള റിഫ്റ്റ് ഉണ്ടായ ഒരു വൈരാഗ്യം അത്രയും അതിൻ്റെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ട് പോകുന്നതിലേക്ക് നീങ്ങി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജെം സ്കൂൾ അധികൃതർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അത് മിഹിറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എൻക്വയറി വരാൻ സ്കൂൾ അധികൃതർ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള അപാകതയും ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഈ സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ഈ പറഞ്ഞതുപോലെ ടീനേജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. ഏതൊക്കെ തരത്തിലാണ് ജസ്റ്റിസ് ഫോർ മിഹിർ അത് ക്യാമ്പയിനായിട്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം എല്ലാ തലങ്ങളിലും നടക്കണം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ.